ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയ പിന്നെ ആ വേഷം കെട്ടൽ ഒരു ആയുഷ്കാലത്തേക്കുള്ളതാണെന്ന് ഇടയ്ക്ക് മടുത്ത് അവസാനിപ്പിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ പോലും അതിന് കഴിയില്ല അലൻ. തുടക്കത്തിൽ ഇതൊക്കെ ഒരു തമാശയായി തോന്നുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുമ്പോ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നിപ്പോവും. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനൊരു ഉപദേശം ഒന്ന് കൂട്ടിക്കോളൂ. നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ടേ ഉള്ളൂ. പരസ്പരം തുറന്നു പറഞ്ഞ് ഈ അഭിനയം മതിയാക്കി ആത്മാർത്ഥമായി തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ മനസ്സ് പിന്നെ ആ ജീവിതവുമായി അങ്ങ് പൊരുത്തപ്പെട്ടോളും. ഇല്ലെങ്കിൽ പിന്നെ കർത്താവ് എന്തിനാ മറക്കാനുള്ള കഴിവ് മനുഷ്യന് തന്നേക്കുന്നത്? കഴിഞ്ഞതൊക്കെ മറക്കണം, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങണം. അളിയൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണോ? അവള് വന്നല്ലോ. എന്നാ പിന്നെ റൂമിലോട്ട് ചെന്നാട്ടെ. സുസമ്മോ, നീ ഇത്തിരി വെള്ളം കെടുക്ക, ഞാൻ റൂമിലുണ്ടാവും. ജയ, എന്താ എന്തു പറ്റി? നീ വാതിലും ചാരിക്കേ, പറഞ്ഞത് ചെയ്യടി. അപ്പൊ പറഞ്ഞ നീ തീരെ അനുസരിക്കില്ലെന്ന് തന്നെയല്ലേ? ഞാൻ എന്ത് അനുസരണക്കേട് കാണിച്ചെന്നാ ബെന്നിച്ചായ? വേണ്ടടി, ഒടിയന്റെ മുന്നിൽ നീ വെറുതെ മായം തിരിയണ്ടോ. നിനക്കിപ്പോ 24 മണിക്കൂർ അവനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേടി? ചായ കൊടുക്കുന്നു, ഓട്ടുന്നു, എന്നാ പിന്നെ രാത്രി അവിടെ പറയുന്നത് എന്താണെന്നോ ആരെ കുറിച്ചാണെന്നും മറന്നു പോകരുത്. ആശുപത്രി ചെന്ന ഡോക്ടറുമായി, പറമ്പിൽ പോയ പണിക്കാരുമായിട്ട്, വല്ല ചടങ്ങിനും പോയ ബന്ധുക്കളുമായി, അങ്ങനെ ആരെയും ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ സഹിക്കില്ല നിങ്ങൾക്കല്ലേ? എന്ത് വേണമെങ്കിലും കേൾക്കാം, സഹിക്കാൻ ഞാൻ. പക്ഷേ പാവത്തിന് എന്നെയും ചേർത്ത് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കരുത്. മരിച്ചുപോയ എന്റെ അനിയന്റെ സ്ഥാനം അതിന്. നിങ്ങളുടെ ഈ ഒടുക്കത്തെ സംശയരോഗം കാരണം അതിനെ കാണുമ്പോ മാറി നടക്കാൻ ഇട ഉണ്ടാക്കരുത്. ഈ വീട്ടിൽ ആരോടെങ്കിലും ഞാൻ വല്ലപ്പോഴും ഒന്നും മിണ്ടിയും പറഞ്ഞ് നടന്നോട്ടെ. അതിനെയും ഇങ്ങനെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് അളന്ന് വൃത്തിയേടാക്കരുത്. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. എന്നതാടി നീ എന്നെ വിളിച്ചേ? സംശയരോഗിന്നോ? തരം കെട്ടിയ കണ്ടോമാരുടെ കൂടെയൊക്കെ കൊഞ്ചാനും കൊടയാനും നടക്കുന്ന നിന്നെ പിന്നെ ഞാൻ എന്നാ ചെയ്യണോടി? തിരുരൂപത്തോട് ചേർത്ത് വെച്ച് പൂജിക്കണോ? ഇനി അവന്റെ നെൽവെട്ടത്തെങ്ങാനും നിന്നെ കണ്ട അവന്റെ മുന്നിലിട്ട് തീർക്കുന്നതിനെ അവനും കിട്ടും. ഇത് നിനക്ക് അവസാനമായിട്ട് തരുന്ന വാണിങ്ങ, മറക്കരുത് നീ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ? ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സർ.
ഒറിജിനൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. വിത്തിൻ 1 വീക്ക് ഞാനത് ഹാജരാക്കാം. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇവിടെ ഇങ്ങനൊരു ജോബിന് എന്തുപറ്റി? ഞാൻ പറഞ്ഞല്ലോ സർ, ഇപ്പൊ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ചുറ്റുപാടിലല്ല ഞാൻ. സർവൈവ് ചെയ്യാനൊരു ജോലിയാണ് എനിക്കിപ്പോ ആവശ്യം. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ച കൂടുതലായി. ക്ലറിക്കൽ പോസ്റ്റുകൾ ഓൾമോസ്റ്റ് ഫില്ലായി. ഇനിയുള്ളത് ഫീൽഡ് എക്സിക്യൂട്ടീവ്സിനെയാണ്. എനിക്കൊരു ജോലിയാണ് സർ ആവശ്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാനേജർ സാർ തിരക്കിലാണോ? സർ, ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. സാർ ഇരിക്കെ, ഒരു 5 മിനിറ്റ്. നോ പ്രോബ്ലം, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏയ്, അതാണോ ആപ്ലിക്കന്റ്? അതെ സർ. അതെ, താൻ ആ മാനേജർക്കൊന്ന് കണക്ട് ചെയ്തേ. ഒരു മിനിറ്റ്. ഓക്കെ സർ, ഓക്കെ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഐ എം സോറി ഗൗരി, യുവർ ബാഡ് ലക്ക്. GM ഇപ്പൊ വിളിച്ചത്. ഇവിടെ ഇപ്പൊ തന്നെ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലാണെന്ന് അവർ പറയുന്നത്. സോ പുതിയ അപ്പോയിന്റ്മെന്റുകളൊന്നും ഇനി കുറച്ചു നാളത്തേക്ക് വേണ്ടെന്നാ. അപ്പൊ പിന്നെ സർ, കുറച്ചു മുമ്പ് സർ പറഞ്ഞതാണല്ലോ ജോയിൻ ചെയ്തോളാൻ. പെട്ടെന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, GM അങ്ങനൊരു തീരുമാനം പറയുമ്പോ ഐ എം സോറി. ഡോണ്ട് വറി. ഇനി ഒരു വേക്കൻസി വരുമ്പോ ഐ വിൽ ഇൻഫോം യു. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. എന്നാലും എന്റെ കുഞ്ഞെ, ആന്റിയോട് ഈ ചെയ്തത് കടന്ന കൈയായിപ്പോയി കേട്ടോ. നിനക്ക് ബുദ്ധിസ്ഥിരതയില്ലാന്ന് വെക്കാം. അതുപോലെയാണോ നിന്റെ അനിയത്തിയുടെ കാര്യം? സ്നേഹമുള്ളിടത്തെ പിണക്കവും ദേഷ്യവും ഒക്കെ വരൂ. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവക്കില്ലെന്നാണോ? കഷ്ടം. എന്നോട് ഇങ്ങനെയൊന്നും അവൾ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലായിരുന്നു. കേട്ടോ സീനത്തെ, ഇവളെയും വിളിച്ചുകൊണ്ട് ഗൗരിമോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ പുറകെ ഞാനും സുരേട്ടനും ഇവരെ എവിടെല്ലാം തപ്പിന്നറിയാവോ? കണ്ട റെയിൽവേ ട്രാക്കിലും പൊട്ടക്കുളത്തിലും ഒക്കെ എത്ര വട്ടം നോക്കി, എന്തെല്ലാം നേർച്ചകൾ നേർന്നു. ഒടുക്ക അബ്ദു പിറ്റേന്ന് വന്ന് കാര്യം പറഞ്ഞപ്പോഴാ സമാധാനമായത്. പടച്ചോന് നിരക്കാത്ത നെറുകേട് നിങ്ങൾ ഈ പാവങ്ങളോട് കാണിച്ചിട്ടല്ലേ അവരെവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? എന്നിട്ടിപ്പോ നിങ്ങൾ എന്തിനെങ്ങനെ പുനരിക്കാൻ വരുന്നത്? അവർക്ക് അനുഭവിക്കാനുള്ള കാശ് മുഴുവൻ സൂത്രപ്പണി കാണിച്ച് തട്ടിയെടുത്തതും പോരാ, എന്നിട്ട് ആരോരുമില്ലാത്ത ആ കൊച്ചുങ്ങളോട് മര്യാദകേടും കാട്ടിയില്ലേ? അത് നിങ്ങളുടെ മോന്റെ മനസ്സിൽ എത്രമാത്രം കല്ലായിട്ടാ ഈ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാൻ നോക്കിയത്. ഗൗരി ഒരു പാവായിട്ടാ. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നിങ്ങളുടെ മോനെ കൊന്നേനെ. എന്റെ മോളെ, ഗൗരി നീയും ഒക്കെ അവനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവൻ അങ്ങനെ ഒരാളെയല്ല. നിങ്ങൾക്കറിയോ, ദേ ഇവളെ പണ്ടേ അവന് ജീവനായിരുന്നു. അവന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും സുരേട്ടനും കൂടി അവളുടെ വീട്ടിൽ പോയി അവന് പെണ്ണും ചോദിച്ചതാ. മേനോൻ ചേട്ടന്റെ ഒറ്റ കടുംപിടുത്തം കൊണ്ടാ അന്ന് നടക്കാതെ പോയത്. അന്നത് നടന്നിരുന്നെങ്കിൽ ഇവക്ക് ഈ ഗതി വരുമായിരുന്നോ? ഒന്നുമില്ലെങ്കിലും ഇവക്കെങ്കിലും നല്ലൊരു ജീവിതമായേനെ. ഓ, അന്ന് നടക്കാത്തന്റെ വാശി തീർത്തത് നിങ്ങളുടെ മോൻ? അയ്യോ അല്ല സീനത്തെ, ഗൗരിമോക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ അത്. അവൻ അങ്ങനെയൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. വിനയന് ഇവളെന്ന് വെച്ചാ ഇപ്പോഴും ജീവനാ. അന്ന് അവൻ എന്റെ കാലെ കെട്ടി വീണ് എന്തോരം കരഞ്ഞെന്നറിയോ? മനസ്സിൽ പോലും എനിക്കൊരു ചീത്ത വിചാരം ഇല്ലായിരുന്നു അമ്മയെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞ് വാവിട്ട് കരയുന്ന കണ്ടപ്പോഴാ അവൻ ഈ മോളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് സുരേട്ടനും ബോധ്യമായത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു സീനത്തെ. ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ മാത്രമല്ല, അതും കൂടെ പറയാനാ ഞാൻ വന്നത്. അവന്റെ ആ ഇഷ്ടം ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പോവാ. ദേ,
അധികം താമസിയാതെ ഇവളുടെ കഴുത്തിൽ എന്റെ മോൻ വിനയൻ താലി കെട്ടും. എന്താ സീനത്തെ, നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. എല്ലാരും കരുതും പോലെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടൊന്നുമല്ല കേട്ടോ. പിന്നെ ദേഷ്യം വരുമ്പം കണ്ണും മൂക്കും നോക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതിപ്പോ എന്റെ മക്കളോടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാ. പക്ഷേ അത് മനസ്സിലാക്കാൻ എന്റെ ഗൗരി മോൾക്ക് പറ്റിയില്ല. അതാ പറ്റിപ്പോയത്. ഏതായാലും എന്റെ മോനെ കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണ അവനെ കൊണ്ട് തന്നെ മാറ്റിക്കാനാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഗൗരിമോള് വന്ന ഉടനെ ഞാൻ മക്കളെയും കൊണ്ടങ്ങ് പോവും കേട്ടോ. വരാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിലോ? ആഹാ, മോള് വന്നോ? എന്നാലും എന്റെ മോളെ വല്ലാത്ത കൊലച്ചതിയായിപ്പോയി നീ ഞങ്ങളോട് കാണിച്ചത്. ആന്റി എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. മനസ്സിലാവൂ ആന്റി, എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാ ഞാൻ എന്റെ ചേച്ചിയുടെ കൈയും പിടിച്ച് അവിടെ ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആന്റിയുടെ നടുവേദനയും രാജേച്ചിയുടെ വാഷിംഗ് പൗഡർ അലർജിയൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ടാവും അല്ലേ? ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഞാൻ മറക്കുന്നില്ല. നന്ദിയുണ്ട്, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ആന്റി. ഇനിയും സഹായം വാഗ്ദാനം ചെയ്ത് ഞങ്ങൾ എങ്ങനെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. മോളിങ് വന്നേ, വാ. ദേ, ചേച്ചിയും കൊണ്ട് ഈ പ്രാരാബ്ധ കുഴി വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ മോക്ക്? കണ്ട ഉമ്മച്ചിമാരുടെ വീട്ടിൽ കഴിയേണ്ടവരല്ല എന്റെ മേനോൻ ചേട്ടന്റെ മക്കള്. കുറച്ചൊക്കെ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. മോൾ അതൊക്കെ മറക്കണം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്ന് നരകിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ആന്റി പറയുന്ന കേക്ക്. ചെന്ന് ചേച്ചി ഒരുക്കി കൊണ്ടുവാ. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയേക്കാം. പറ്റില്ല, ഞങ്ങൾ എങ്ങോട്ടുമില്ല. ആന്റി പറഞ്ഞത് നേരാ. ഇവിടെ പ്രാരാബ്ധമാ, ആവശ്യത്തിലധികം ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ പുത്തേഴ് തമ്പികയുടെ ചോർന്നൊലിക്കാത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാത്ത ഒന്ന് ഈ കുഞ്ഞു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മനസമാധാനം. ഞാൻ കണ്ടില്ലേ, എന്റെ ചേച്ചിയെ വിശ്വസിച്ചേൽപ്പിച്ച് എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. കണ്ണൊന്ന് തെറ്റിയാ ആ പാവത്തിന്റെ മടിക്കുത്തിൽ പിടിക്കാനും ഉപദ്രവിക്കാനും ഒന്നും ഇവിടെ ആരും വരില്ല. അതിലും വലുതായിട്ട് ഈ ഗൗരിക്കും അവളുടെ ചേച്ചിക്കും ഒരു സുഖ സൗകര്യവും വേണ്ട. മോളെ വേണ്ട, വിളിക്കരുത് നിങ്ങൾ എന്നെ. വരില്ല. ആന്റി പോവാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാ ആ നല്ല മനുഷ്യനെ പോലും മറന്ന് ഞാൻ എന്തേലും പറഞ്ഞു പോകും. ഗൗരി, ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ. അതല്ലേ പറഞ്ഞത്. പ്ലീസ്, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മോളെ. അവള് പറഞ്ഞത് കേട്ടല്ലോ. അവൾ എന്ത് തീരുമാനിക്കുന്നോ അതേ ഇവിടെ നടക്കൂ. നിങ്ങൾ ഒന്ന് കാല് കഴിക്കാതെ പോവാൻ നോക്കിയാട്ടെ. മോളെ, എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് ഇഷ്ടമല്ലേല് നിന്നെയും ചേച്ചിയും ആരും ഇവിടുന്ന് കൊണ്ടുപോവില്ല. ഞങ്ങൾ എങ്ങോട്ടും വിടുകയില്ല. ഗായത്രി അവരുടെ മോനെ കൊണ്ട് കെട്ടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് ആർക്കറിയാം? കള്ളാണ് സിനിമ, പച്ച കള്ള അവര് പറഞ്ഞത്. ഞങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാനും അവരുടെ മോൻ തെറ്റുകാരനല്ലെന്നും വരുത്തി തീർക്കാനും അവര് പ്രയോഗിച്ച അടവാ അതൊക്കെ. ആ, അതെനിക്ക് തോന്നി. ശരിക്കും സ്നേഹമുള്ള ഒരുത്തൻ അങ്ങനെയല്ലല്ലോ അവളോട് കാണിക്കേണ്ടത്. ഇനി ആ തള്ള പോയി നാട്ടുകാരും കൂട്ടി വേറെന്തെങ്കിലും കുനിഷ്ടൊപ്പിക്കുമെന്നാ എന്റെ പേടി. അങ്ങനെ വന്നാ ബാപ്പയ്ക്കും എനിക്കുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മോളെ? സിനിമയ്ക്ക് പേടിയുണ്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതില്? എങ്കിൽ ചേച്ചിയും കൊണ്ട് ഞാനിവിടെ നിന്ന് പൊയ്ക്കോളാം. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. നിങ്ങൾ ഇവിടെ എത്ര കാലം നിന്നാലും ഞങ്ങൾക്കതൊരു ബാധ്യതയാവില്ല. സന്തോഷമേ ഉള്ളു താനും.
അത് പോട്ടെ, മോള് പോയ കാര്യം എന്തായി? വല്ല പ്രതീക്ഷയുണ്ടോ? ആ ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ചതാ സിനിമ ഞാൻ. പക്ഷെ അവസാന നിമിഷം അത് കൈവിട്ടു പോയി. പോയതല്ല, എന്റെ അവസരം നഷ്ടപ്പെടുത്തിയതാ ആ സൈനയുടെ ആങ്ങള. ഈ ജോലി മാത്രമല്ല, ഈ സിറ്റിയിൽ ഒരിടത്തും ജോലി ചെയ്ത് ജീവിക്കാൻ എന്നെ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചിട്ട് അയാള് പോയത്. അവനോട് പോവാൻ പറ. നിന്റെ നിർബന്ധം കൊണ്ടാ ഞാനും വാപ്പയും ഒക്കെ സമ്മതിച്ചത്. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. എന്നാലും നിന്നെയും ചേച്ചിയും പട്ടിണിക്കിടാതെ നോക്കാനുള്ളതൊക്കെ ഞാനും വാപ്പയും ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇവിടെ കഴിയാം മോളെ. അതുപോലെ സിനിമ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയല്ലേ. ഇനി ചേച്ചിയുടെ കാര്യങ്ങൾക്കും പണച്ചെലവ് കൂടി വരും. പിന്നൊരു കുഞ്ഞായി, അതിന്റെ കാര്യങ്ങളായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ തീരും എനിക്ക്. വരും മോളെ, നീ സങ്കടപ്പെടാതിരിക്കേ. ചിലപ്പോ ഇന്ന് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലൊരു ജോലിയായിരിക്കും പടച്ചോ നിനക്ക് വച്ചിരിക്കുന്നത്. എന്റെ മോള് സങ്കടപ്പെടാതെ. മോള് വാ, സിനിമ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ല, പൗലോച്ചനൊന്നും പറഞ്ഞില്ല. ഓ, ഞാൻ എന്നാ പറയാനാ ജോസഫേ? ഞാൻ കരുതിയത് നിങ്ങൾ മോനെയും മരുമോളെയും കാണാൻ വന്നാണെന്നാ. വരവിന് പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിലേ ഇപ്പൊ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ? അനിതയ്ക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ഇതിന് നല്ല പ്രപ്പോസലൊക്കെ വരില്ലേ? പ്രായമായില്ലെന്ന് ആര് പറഞ്ഞു? അവക്ക് കഴിഞ്ഞ മാർച്ചിൽ 22 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഈ ആലോചന വലിയ കുഴപ്പമില്ലെന്ന് തോന്നുകയും ചെയ്തു. പ്രാഞ്ചി അച്ഛൻ വഴി വന്ന പ്രപ്പോസലാ. അച്ഛൻ നേരിട്ട് ഇടപെട്ടതുകൊണ്ടാ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതലൊന്നും ചോദിക്കാത്തത്. ആ, എന്നാന്ന് വെച്ചാൽ നല്ലോണം അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. പയ്യൻ എത്രക്കാരനാണെന്നൊക്കെ നല്ലോണം അന്വേഷിച്ചോണം. അത് ശരിയേ ആന്റി. പ്രാഞ്ചിയച്ഛനെ മാത്രം നമ്പാതെ പയ്യനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് തിരക്കിക്കോണം. അല്ലെങ്കിൽ പിന്നെ കെട്ട് കഴിയുമ്പോ പയ്യന് വേറെ പെണ്ണും കൊച്ചൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലോ. അല്ല, ഇപ്പൊ അങ്ങനെ ഒരുപാട് ന്യൂസ് വരുന്നുണ്ടേ. പെട്ടുപോവാതെ നമ്മൾ വേണം നോക്കാൻ. ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല മോളെ. ആള് മാന്യനാ. അവൻ ആനിമോളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓ, അപ്പൊ പെണ്ണുകാണലൊക്കെ നടന്നായിരുന്നോ റാഹേലേ? അങ്ങനെ ചടങ്ങായിട്ടൊന്നും ഇല്ലെന്നേ. പ്രാഞ്ചിയച്ഛൻ തന്നെ ആ കൊച്ചിനെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നേ. അങ്ങനെ പിള്ളേര് തമ്മിലൊന്ന് കണ്ടു, അത്രേ ഉള്ളൂ. ഇനി പൗലോച്ചന്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. അതിപ്പോ ഞാൻ എന്നാ പറയാനാ ജോസഫേ? നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നിയാ നിങ്ങൾ ആ കൊച്ചിന്റെ കെട്ടം നടത്തുക. അതല്ലേ അതിന്റെ ഒരു രീതി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പെണ്ണിന്റെ സ്വർണത്തിനുള്ളതാ എന്റെ ആകെ കരുതലെന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ കണ്ടെത്തണം. അല്ലാതെ പറ്റുമോ? നമ്മുടെ പെങ്കൊച്ചിന്റെ കാര്യമായി പോയില്ലേ? അപ്പച്ചൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സ്വർണത്തിന്റെ കാര്യം പോയിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ. അല്ലട മോനെ, അവര് ചോദിക്കുന്നത് 15 ലക്ഷം രൂപയും ഒരു കാറുവാ. അയ്യോ, അത് വളരെ കൂടുതലല്ലേ? ബാംഗ്ലൂർ ജോലിയുള്ള ഒരു MBA കാരന് അത്രയും വലിയ തുക കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്ന് വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ബെനിച്ച? ആനിമോളെ സംബന്ധിച്ച് കുറവുകളുള്ള പെങ്കൊച്ചല്ലേ. അവരതിന് തയ്യാറാകുന്ന സ്ഥിതിക്ക്. അമ്മച്ചി, അനിമോൾക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ? നിനക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ? ഇഷ്ടപ്പെട്ടാലും അവള് തുറന്നൊന്നും പറയല. എന്നാലും മുഖം കണ്ടിട്ട് അവക്ക് താല്പര്യക്കുറവില്ലെന്നാ എനിക്ക് തോന്നിയത്. ആ, എന്നാ പിന്നെ ഇനി ഒന്നും നോക്കണ്ട അപ്പച്ച. ഇത് നമുക്ക് അങ്ങോട്ടങ്ങ് ഉറപ്പിക്കാം. എന്നാലും ഈ 15 ലക്ഷം അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ ഇത്തിരി കൂടുതലല്ലേ അലൻ? എന്താ സൈന ഇത്? അത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴല്ലേ മോളെ. നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് അത്ര വലിയ തുകയാണോ? അല്ലേ അങ്കിള്? അതെ, എന്നാലും ഒരെന്നാലും ഇല്ല.
പൂക്കാടൻ വീട്ടിലെ സംബന്ധക്കാരന്റെ പെങ്ങക്ക് 15 ലക്ഷം രൂപ പോലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് അങ്കിളിന് സായനയ്ക്കൊക്കെയാ. അതിന് ഞാനായിട്ട് അവസരം ഉണ്ടാക്കത്തില്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല അപ്പച്ച. പ്രാഞ്ചേച്ചനോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോളാൻ പറ. അനിമോളുടെ കല്യാണം ഞങ്ങൾ എല്ലാവരും കൂടി മുന്നിട്ട് നിന്ന് നടത്തും. അല്ല പിന്നെ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും ഒരു ചീത്തപ്പേരും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ബെനിച്ച? അതെ, അതങ്ങനെ വേണമല്ലോ. അപ്പോ അവരോട് ഞാനങ്ങ് വാക്ക് പറയുകയാണേ. എന്റെ മരുമോന്റെ ആഗ്രഹമല്ലേ, ഇനി അതങ്ങോട്ട് വേണ്ടാന്ന് വെക്കുന്നില്ല. എന്റെ മാതാവേ, ഇപ്പഴാ എനിക്ക് അങ്ങോട്ട് സമാധാനമായത്. അവളുടെ കാര്യം എന്നും ഒരു സങ്കടമായി കിടക്കുമല്ലോ എന്ന് ആദ്യം പിടിച്ച് നടക്കുകയായിരുന്നു. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം എടിപിടി നായല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ പൗലോസ്. എന്നാ അങ്ങനെ ആവട്ടെ. അല്ല, ഊണ് കഴിക്കാതെ പോവാണോ? അത് പറ്റില്ല. അയ്യോ വേണ്ടാഞ്ഞിട്ടമ്മേ, ഇറങ്ങട്ടെ. അവിടെ ആനിമോള് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളെ കണ്ടില്ലെങ്കിലേ മിനിറ്റിന് അവൾ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും. ചെല്ല. ശരി. അവൻ നമുക്കിട്ട് ഒരു മുഴം മുമ്പേ എറിഞ്ഞല്ലോടാ ബെനിച്ച. വരട്ടെ, തൽക്കാലം അവൻ മിടുക്കനായി തന്നെ ഇരിക്കട്ടെ. ഹലോ ഇച്ചാന മോളെ, നീ അവിടെ എന്തെടുക്കുക? ഞാനോ? എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരുപാട് പേരില്ലേ ഇവിടെ. അപ്പച്ചനും അമ്മച്ചി അങ്ങ് വന്നോ? നിനക്ക് അവരുടെ കൂടെ ഇങ്ങോട്ട് വരാറുന്നില്ലേ മോളെ? വരാഞ്ഞത് മനഃപൂർവ്വം അയച്ചായ. സഹായം ഇറക്കാൻ വേണ്ടി വന്നതല്ലേ അവര്. അതിനിടയില് ഞാൻ കൂടി വന്ന് ഒരു കാഴ്ചവസ്തു ആകണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെയൊന്നും കരുതണ്ട മോളെ. അപ്പച്ചൻ കാര്യമൊക്കെ പറഞ്ഞു. പയ്യനെ നിനക്ക് ഇഷ്ടമായോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എനിക്കിഷ്ടമായിട്ട് കാര്യമില്ലല്ലോ ഈ ചായ. ചട്ടുകാലിയെ അവർക്കല്ലേ ഇഷ്ടമാവേണ്ടത്. പിന്നെയുണ്ടല്ലോ കാര്യങ്ങള്. കുറച്ചൊന്നുമല്ല അവര് ചോദിക്കുന്നത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. പൊന്നിനും പണത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ചായന്റെ ജീവിതം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ.